ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചക്ക കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ. പ്രമേഹ രോഗികൾക്കൊക്കെ ഒത്തിരി ഗുണകരമായിട്ടുള്ള ഒന്നാണല്ലോ ചക്ക എന്ന് പറയുന്നത്. അതായത് പച്ചച്ചക്ക, പഴുത്ത ചക്കയല്ല, പച്ചച്ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഞങ്ങളിവിടെ ഇതിന് ചക്ക കുഴച്ചത് അല്ലെങ്കിൽ ചക്ക പുരട്ടിയത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇന്നലെ പ്ലാവിൽ നിന്ന് ഒരു ചക്ക ഇരിഞ്ഞ് വീണു കിട്ടിയതാണ്. അത്ര വിളഞ്ഞ ചക്കയല്ല കേട്ടോ, അത്ര വിളഞ്ഞിട്ടില്ല. എങ്കിലും കളയരുതല്ലോ, ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണല്ലോ ചക്ക. അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ചക്കയൊക്കെ അതാ വൃത്തിയാക്കി ചുള വേറെ അതിൻ്റെ കുരു വേറെയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്. അത് നമുക്ക് തോരന് ചതയ്ക്കുന്നതെല്ലാം ചതച്ച് വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഞാൻ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചുള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ചക്കച്ചുള. ചക്കക്കുരു അടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. അതിന് മുകളിലായിട്ട് ഈ ചക്കച്ചുള ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും, ചക്ക വേകാനുള്ള ഒരുപാട് വെള്ളം വേണ്ട, വേകാനുള്ള വെള്ളം ഒരു പകുതി ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ചക്കയൊന്ന് വെന്ത് വരുന്ന ഒന്ന് തിളച്ച് നന്നായിട്ടും തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ചക്കയൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് വെന്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുത്തത് ഇപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നോക്കി, ചക്കക്കുരുവും ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് കുറച്ച് അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം, അരപ്പെല്ലാം ചക്കയിലൊന്ന് പിടിച്ച് വരണം. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അപ്പോൾ ചക്ക നല്ല അരപ്പെല്ലാം പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഒരുപാട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ചക്കയെല്ലാം വെന്ത് അരപ്പെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് വറുത്തുകൂടി ഇട്ട് കൊടുത്താൽ മതി. കടുകും മുളകും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക കുഴച്ചതോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.